കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിസയിലോ ജോലി തേടിയോ പോകുന്നവർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി കൈവശം വെക്കണമെന്ന് നിർദ്ദേശം. വിസ നടപടികൾക്കും ജോലിയിലെ നിയമനത്തിനും നിരവധി കമ്പനികൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ ആരോഗ്യ മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുരേഷ് വെള്ളിമിറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ നിന്നും ജോലി തേടിയോ വിസിറ്റ് വിസയിലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൈവശം കരുതുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. പലയിടങ്ങളിലും ഇപ്പോൾ വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ചില കമ്പനികൾ അവരുടെ വിസ നടപടികളുടെ ഭാഗമായിട്ടും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ കമ്പനിയുടെ ആഭ്യന്തര കാര്യത്തിന് വേണ്ടിയിട്ടും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൈവശം കരുതുക. ഒരുപക്ഷെ കമ്പനിയിൽ നിന്നും ഓഫർ ലെറ്റർ കിട്ടി, ജോലി കിട്ടി, പെട്ടെന്ന് വിളിക്കുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ ഇത്തരത്തിലുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരിക. അത് ജോലി നഷ്ടപ്പെടാൻ വരെ കാരണമാകും. അതുകൊണ്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ കരുതി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇന്ന് വന്നിട്ടുള്ളത്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തു നിന്നോ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ എയർ സുവിധ പോർട്ടലിൽ കയറി അവർ കൃത്യമായിട്ടുള്ള സത്യവാങ്മൂലം നൽകണം എന്നുള്ളതാണ്. ഏത് വിദേശ രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് ഇത് നിർബന്ധമാണ്. വ്യോമയാന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവുമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നത്. എബോള വൈറസ് പലയിടങ്ങളിലും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം. ഈ രണ്ട് കാര്യങ്ങളും പ്രവാസികൾ പ്രത്യേകം കരുതുക. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.